ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 5, പേജ് നമ്പർ 579. ശ്രീഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. പദാനുപദം. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, പാർത്ഥ, ഹേ പാർത്ഥ, ശതശഃ, ശതങ്ങളായിട്ട്, അധ, അനന്തരം, സഹസ്രശഃ, സഹസ്രങ്ങളായിട്ട്, നാനാവിധാനി, നാനാവിധത്തിലുള്ളവയും, നാനാവർണാകൃതീനി ച, പല പല വർണ്ണങ്ങളിലും ആകൃതികളിലുമുള്ളവയുമായുള്ള, മേ, എൻ്റെ, ദിവ്യാനി, ദിവ്യങ്ങളായ, രൂപാണി, രൂപങ്ങളെ, പശ്യ, ദർശിക്കുക. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എൻ്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ. ഭാവാർത്ഥം. അതീന്ദ്രിയമെങ്കിലും പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടി പ്രത്യക്ഷീഭവിച്ചതും ആ നിലയ്ക്ക് ഭൗതിക നിയമമനുസരിച്ച് കാലാധീനവുമായ വിശ്വരൂപത്തിൽ ഭഗവാനെ ദർശിക്കണമെന്നാണ് അർജുനൻ ആഗ്രഹിച്ചത്. ഭൗതിക പ്രകൃതി ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നു. കൃഷ്ണന്റെ വിശ്വരൂപവും അങ്ങനെ തന്നെ. കൃഷ്ണന്റെ മറ്റു രൂപങ്ങൾ സദാ പരവ്യോമത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ വിശ്വരൂപം അങ്ങനെയല്ല. ഒരു ഭക്തന് സാധാരണയായി ഈ രൂപത്തിൽ ഭഗവാനെ ദർശിക്കണമെന്ന് വിശേഷാൽ താത്പര്യമുണ്ടാവാറില്ല. അർജുനൻ അങ്ങനെ അതിയായി ആഗ്രഹിച്ചതുകൊണ്ടാണ് കൃഷ്ണൻ തൻ്റെ ഈ രൂപം വെളിപ്പെടുത്തിയത്. ഭഗവത് കരുണ മൂലം ആ കഴിവ് സിദ്ധിച്ചവർക്കൊഴികെ ആർക്കും ഈ രൂപം ദൃശ്യമാവില്ല താനും. ഹരേ കൃഷ്ണ.